നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലേ നാരായണേട്ടൻ എങ്ങനെയാണ് തുണി കൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് വേറൊരു വീഡിയോ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ തുണി കൊണ്ട് മാത്രമല്ല സിമൻറ്റ് ഉപയോഗിച്ചിട്ടും ചെടിച്ചട്ടികൾ നിർമ്മിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അതേ ശൈലിയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുള്ളി അതുകൂടി ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജിൽ കയറുക, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയുള്ള ഇത് ചെയ്യാത്തവരെല്ലാവരും അത് അങ്ങനെ ചെയ്യുക. അതുമാത്രമല്ല നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടിനോടുകൂടി നമ്മൾ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചെടിച്ചട്ടി ഈ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം. നാരായണ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തത് നമ്മൾ തുണി കൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നൊരു സംഭവം. അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ഈ സിമെന്റിന്റെ ചെടിച്ചട്ട ഒരു നിർമ്മാണ രീതി എങ്ങനെയാണ്? ഇത് സിമെന്റ് മണല് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതായത് സാധാരണ ചെടിച്ചട്ടി രൂപത്തിൽ വെറും പ്ലെയിനായിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ? നമുക്ക് പിന്നെ എന്താണ് ഇത് നിങ്ങൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടോ അതോ മറ്റേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുതുതായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്? ഇത് പരീക്ഷിച്ച് നോക്കിയാണ്. നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ വീട്ടാവശ്യത്തിനും പിന്നെ ഈ ചട്ടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്നും കൂടി ഈ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കിയതാണ്. അതല്ലേ? അപ്പോൾ ഇതിന്റെ പ്രചോദനം നമ്മുടെ തുണി കൊണ്ടുള്ളതാണോ അതോ വേറെ കണ്ടിട്ടുണ്ടോ ഇതിന്റെ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലും? അല്ല, ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ ഈ ഒരു പരീക്ഷണം പല രീതിയിൽ പലവരും ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പല രൂപത്തിലും ചെടിച്ചട്ടി ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഒരു നമുക്ക് എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നിയിട്ട് ഇത് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇത് ഒരു പ്രത്യേക രീതിയാണ്. അതായത് ഒരു നമുക്ക് ചെയ്യാൻ എളുപ്പത്തിലുള്ള ഒരു രീതിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്താലേ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാക്കേണ്ട രീതി എന്നുള്ളത്. അതെ അതെ. ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ പാത്രത്തിൽ നമ്മുടെ പാത്രം ഇതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പാത്രം. ഈ പാത്രത്തിൽ ഈ മണ്ണെടുക്കണം. മണ്ണ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ചട്ടി പെട്ടെന്ന് നമുക്ക് ഈ പാത്രം എത്ര ചട്ടി വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അപ്പം മറ്റൊരു ചട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ഈ ചട്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമുക്കിത് ഈ ചട്ടി കൊണ്ട് എത്ര ചട്ടി വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്കിത് എടുത്ത് ഇളക്കിയെടുക്കുകയും ചെയ്യാം, വേറെ യൂസ് ചെയ്യുകയും ചെയ്യാം. അതെ. മറ്റേത് നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് പിന്നെ സെറ്റായിട്ടല്ലേ എടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വീണ്ടും ചട്ടിയാകുമ്പോൾ എടുക്കാൻ പറ്റുമോ? അപ്പം തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് നമ്മളിതിൽ മണ്ണ് നിറയ്ക്കും. ആദ്യമായിട്ട് ഇതിൽ മണ്ണ് അധികം ഓവർ നനവ് പാടില്ല. ഒരു മീഡിയം നനവിൽ നമ്മൾ അതെ സീറ്റിംഗ് ആയിട്ട് വെക്കും. കല്ലൊന്നും അധികം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സൈഡ് ഫിനിഷിങ് കുറയും. ഇതിപ്പോൾ ഒരു മീഡിയം സംഭവിക്കണം അല്ലേ? ഇതിപ്പോൾ മീഡിയം രൂപത്തിലുള്ള ചട്ടിയാണ്. ഗ്ലാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ കമഴ്ത്തി വയ്ക്കും. ഗ്ലാസ് ആണെങ്കിലും ഷീറ്റ് എന്തെങ്കിലും വിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സെറ്റായിട്ട് അല്ലേ? അങ്ങനെ ഇളക്കിയിട്ട് നമ്മളതെടുക്കും. സൈഡ് നമ്മൾ ഇത് എൻഡ് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം ഇത് മുകൾ ഭാഗമാണ് വരുന്നത് അല്ലേ? താഴ്ഭാഗം ചട്ടിയുടെ അടിഭാഗമാണ്. ചട്ടിയുടെ മുകൾ ഭാഗം അല്ലേ വരിക? ഈ എൻഡ് വൃത്തി ആവാൻ വേണ്ടിയിട്ടല്ലേ? അതെ.
ഇനി നമ്മൾ ഈ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഏകദേശം അളവിന് വീതി കണക്കായിട്ട് ചെയ്തെടുക്കുക. ഒരു പീസ് എടുത്തിട്ട് ആദ്യം നനച്ചിട്ട് പേപ്പർ നമ്മൾ ഇത് ചുറ്റണം. അതെന്താണെന്ന് വെച്ചാൽ ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മണ്ണ് സിമെന്റിലേക്ക് പിടിക്കാതിരിക്കാൻ അല്ലേ? അതെ. അപ്പോൾ ഉള്ളു വൃത്തി കുറയും. അപ്പോൾ പേപ്പറാകുമ്പോൾ അതിൽ പിടിക്കില്ല അല്ലേ? പീസ് അതേപോലെ ഈ പീസ് ഒട്ടിക്കും. ഈ പീസ് കട്ട് ചെയ്തെടുക്കാം അല്ലേ? പൊട്ടാതെ. മണ്ണ് കൂടുതൽ പിടിക്കാതിരിക്കാം. ഇനി നമ്മളെന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്രൗട്ട് കലക്കിയിട്ട് ഒഴിക്കണം. ഗ്രൗട്ട് കലക്കി. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ആയതാണ്. ഗ്രൗട്ട് നന്നായിട്ട് ലൂസാക്കണം അല്ലേ? ഈ ഗ്രൗട്ട് ഒഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫുള്ള് അതെ. ഈ പേപ്പർ വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഉള്ളിലിങ്ങനെ മണ്ണിൻ്റെ പോകാൻ മാത്രമല്ല, മണ്ണിലേക്ക് ഇതിൻ്റെ വെള്ളക്കാട് ഇതാവില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഉള്ളു വൃത്തി കുറയും. പേപ്പറാകുമ്പോൾ പിന്നെ നമുക്ക് വൃത്തിയിൽ കിട്ടും. ഫസ്റ്റിൻ്റെ സൈഡിൽ വയ്ക്കും. അപ്പോൾ കുറച്ച് കട്ടിയുള്ള സൈഡിലേക്ക് നല്ലതാണ്. ഞാൻ വേറെ കാര്യം ചെയ്തത്, നമ്മൾ ചട്ടി ഇപ്പോൾ ചെടിച്ചട്ടിക്കാണെങ്കിലേ ഇതൊന്ന് വെള്ളം അതിൽ കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പം അതിന് നമ്മൾ ഒരു ഇതൊക്കെ ഇടണ്ടേ? അതിന് ഹോള് അത് ലാസ്റ്റ് ഇത് ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം അല്ലേ? മുകളിലും ഇതേപോലെ ഒഴിച്ചു. കുറച്ച് പൊടി ഇതൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടി സിമെന്റിന്റെ പൊടി കുറച്ച് ഇതിൻ്റെ സൈഡിലിട്ട് കൊടുക്കും. സൈഡിലൊന്നും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ആ ഗ്രൗട്ട് ഒന്ന് സെറ്റായിക്കും. സിമെൻറ്റ് പൊടി നമ്മൾ ഏകദേശം എല്ലാ ഭാഗത്തും ഏകദേശം എത്തി. ഇപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല ഗ്രൗട്ടാകുമ്പോൾ നല്ല വൃത്തിയാവുകയും ചെയ്യും അല്ലേ? പുറപ്പ് കിട്ടാനേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന് വേണ്ട സിമെൻറ്റ് മിക്സ് ചെയ്യണം. മണലും സിമെൻറ്റും കൂടി മിക്സ് ചെയ്യാം. മണലും കൂടി അല്ലേ? മണൽ എങ്ങനെ തരിച്ചതാണോ അതോ ഡയറക്റ്റ് എടുക്കാൻ പറ്റും? തരിച്ചതാണ് ഏറ്റവും നല്ലത്. തരിച്ച മണൽ നമ്മൾ ഇത് 3 പാത്രം മണലെടുക്കുക. 3 പാത്രം നമ്മൾ ചട്ടിക്ക് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കൂട്ടാം. ഇതിപ്പോൾ എത്ര ഒരു കപ്പിനേക്കാളും കുറച്ചും കൂടുതലുണ്ടായിരിക്കില്ല സാധാരണ നമ്മളെ കപ്പിനേക്കാളും അല്ലേ? അതെ. ഈ കപ്പിനാണെങ്കിൽ 3 കപ്പ് മണൽ നമ്മൾ നടന്നു. നമ്മളെ പഴയ ഗ്രൗട്ടില്ലേ? ഗ്രൗട്ട് ബാക്കിയുള്ളതിൽ ഇല്ല. പിന്നെ നമ്മൾ വേണ്ട പൊടി ചേർക്കാം. 2 3 പാത്രം മണൽ റെഡി. കുറച്ച് ഗ്രൗട്ട് ഉണ്ട് ഇതിൽ. ആദ്യത്തെ നല്ലൊരു പാത്രം സിമെൻറ്റ് രണ്ടുപോലെ മിക്സ് ചെയ്യാം. ഏകദേശം മിക്സായി. നമുക്ക്
വെള്ളം ഒഴിക്കും. ആ വെള്ളം ഓവറായിട്ട് പാടില്ല, ഒരു മീഡിയം വെള്ളം. വളരെ കുറച്ച് വെള്ളം മതി ശരിക്കും അല്ലേ? വെള്ളം ഓവർ പറ്റില്ല, കാരണം അത് ഗ്രൗട്ട് ലൂസുള്ളതായതുണ്ട്. ഇപ്പോൾ അടുത്ത് ഇനി നമ്മൾ ചട്ടി ഉണ്ടാക്കാനുള്ള സംഭവമാണിത്. അതായത് ഇതിൻ്റെ ഈ ചട്ടിയുടെ കനാണിത്. എത്ര കനത്തിൽ നമ്മൾ ഉണ്ടാക്കണം വെച്ചാൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ എടുക്കുക. എന്താണെങ്കിലും കുഴപ്പമില്ല. ഈ കനം ചട്ടിയുടെ കനാണിത്. ഈ കനത്തിൽ നമ്മൾ ചട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് കനം കണക്കാക്കി വയ്ക്കുക. ഇതിപ്പോൾ ആ ചട്ടിയുടെ കനാണ്. ഇതിപ്പോൾ ആ ഒരു ഇതിൻ്റെ അളവിന് കട്ടിയിൽ ഇതായി അല്ലേ? ഈ കനത്തിന് ഇപ്പോൾ നമ്മളിങ്ങനെ ചുറ്റുപുറം ഏകദേശം ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇപ്പോൾ ഇത് അടുത്തതായിട്ട് നമ്മൾ ഈ 4 ഭാഗം ക്ലിയർ ചെയ്യും. മിനുസുള്ളൊരു പലക കിട്ടും അല്ലേ? അതെ. കുറച്ച് ലൂസാക്കിയിട്ട് നമുക്ക് അത്യാവശ്യം കണക്കില്ല. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗം ഒന്നേ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്താണ്. അപ്പോൾ അത് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിഭാഗം ഒന്ന് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ടല്ലേ? അതെ, റൗണ്ട് ക്ലിയർ ആക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണമായതുകൊണ്ട് നമുക്ക് ഈ സാധനത്തിൻ്റെ മേന്മ നമ്മളിപ്പോൾ വലിയ രീതിയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങും പോലെയല്ല, നമ്മൾ അത്യാവശ്യം ഒന്ന് സ്ട്രോങ്ങിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗ്രൗട്ട് ഒഴിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഉറപ്പിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിന് അരക്കപ്പോളം പൊടിയില്ല, നല്ല ലൂസിൽ കലക്കുക. കുറച്ച് കട്ടിയാവും. കട്ടിയിൽ വേണം അല്ലേ? കുറച്ച് കട്ടിയായാൽ എന്താണെന്ന് വെച്ചാൽ അത്രയും ചട്ടി നമുക്ക് ഉറപ്പ് കൂടും. അതിന് ചട്ടി ഇനി ഇതിലോട്ട് നമുക്ക് ഒഴിക്കാം. ഇത് കംപ്ലീറ്റ് അടിയിൽ എത്ര ഒഴിച്ചാൽ മതിയോ? അടിയിൽ നമ്മളെ സൈഡിൽ ഒഴിക്കാം. അടിയിൽ നമ്മളെ ഈ പൊടിയിട്ട് ടൈറ്റ് കൂട്ടും. ഇനി എത്താത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചട്ടം കൊണ്ടൊന്ന് ക്ലിയർ ആക്കി കൊടുക്കും. ഒന്ന് ഇതാക്കി കൊടുത്തായി അല്ലേ? ഇപ്പോൾ ചട്ടി നല്ല അത്യാവശ്യം ഉറപ്പായി. ചട്ടി ഉറപ്പായില്ലേ? ഇതാകുമ്പോൾ എന്താ വെച്ചാൽ തട്ടിയാലും മുട്ടിയാലും പൊട്ടില്ല, പെട്ടെന്നൊന്നും പൊട്ടില്ല അല്ലേ? അങ്ങനെ പ്രത്യേകം കട്ടിയിലും അത്രയും ബലത്തിലും ഉണ്ടാക്കിയോണ്ടല്ലേ? നല്ല മണലും സാധനമൊക്കെ ആയതുകൊണ്ട്. അതാണ് നമ്മൾ വേറൊരു താൽക്കാലിക ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കണമല്ല, നമ്മൾ സ്ഥിരമായിട്ട് നിലനിൽക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പൊടി ഇട്ടാൽ മുൾഭാഗം ഒന്നുകൂടി വരിഞ്ഞ് വരാൻ നല്ലതാണ്.
പൊടി ഇട്ട് ഇനി നമ്മളത് പ്ലാസ്റ്റിക് കവറാണ്. ഈ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രൗട്ടവൻ്റെ മുകളിൽ തേച്ച് കഴിഞ്ഞില്ലേ, ഇനി അത് ആ സൈഡ് നമ്മൾ വൃത്തിയാക്കണം. സൈഡ് കുറച്ചുകൂടെയൊക്കെ വലിയേണ്ടതാണ്. ഇങ്ങനെ വലിക്കും. അപ്പോൾ പാടുകളൊക്കെ പോയി വൃത്തിയാക്കി കിട്ടും. അടിഭാഗം നമുക്ക് അവിടെ ഉണ്ട് ക്ലിയർ ആക്കാനുള്ള. നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ സൈഡിൽ ഇതിൻ്റെ ഇതിൻ്റെ അടിയില്ലേ, അതിന് നമുക്കൊരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണോ? അത് ഈ ഉറപ്പിനുമാണ്, പിന്നെ വൃത്തിക്കും വേണ്ടിയിട്ടാണ്. അതല്ലേ, സിമെന്റ് കൊണ്ടല്ലേ. അതെ അതെ. ഇനി നമുക്ക് ഇതൊരു പേന എടുക്കാം. അത് ഈ വലുപ്പത്തിലുള്ള ഒരു ഹോളാണ് നമുക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വെള്ളം പോവാൻ അത് അടിയിൽ വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ ഒരു ഹോൾ അതേപോലെ ചെടികളൊക്കെ നടുമ്പോൾ അതിന്റെ വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ ശരിക്കും. നാരായണ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ ആയത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചതാണല്ലോ, അത് നമുക്കത് എങ്ങനെ ഇളക്കുന്നത് നോക്കിയാലോ? ഇത് അത്യാവശ്യം നല്ല ഫിനിഷ് ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു. നമ്മളിത് ഇളക്കി. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതിനുള്ള നിറക്കണം. മണ്ണ് ആദ്യം ഫസ്റ്റ് നമ്മൾ നിറച്ച മണ്ണ് അല്ലേ. ഈ മണ്ണ് നമ്മൾ ഉള്ളിൽ നിന്നെടുത്ത് മാറ്റാം. ഇനി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നന്നായില്ലേ, വാറണ്ട. ഇതാണ് നമ്മളെ ചട്ടികൾ. ഇതാണ് ഇപ്പോൾ നമ്മളെ ചട്ടികൾ, റെഡിയാക്കിയ ചട്ടികൾ. ഇത്ര ഫിനിഷായിട്ട് ഇല്ലേ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചട്ടി. നല്ല രീതിയിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് സമയത്തിനനുസരിച്ച് എത്ര ചട്ടി വേണമെങ്കിൽ ഒരു പാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് ഓരോന്നിനും ഓരോ പാത്രം ആവശ്യമില്ല. ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് എത്ര ചട്ടി പാത്രം കൊണ്ട് നമുക്ക് എത്ര ചട്ടി വേണമെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ നാരായണേട്ടൻ ചെയ്ത ഈ സിമെന്റിന്റെ ചട്ടി നിർമ്മാണം, അതായത് ചെടിച്ചട്ടികൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. വളരെ രസകരമായിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. ഇത് ശരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പുള്ളി ഒരു 70 രൂപയ്ക്കൊക്കെ പുറമേക്ക് കൊടുക്കാനും തയ്യാറാണ്, ആരെങ്കിലും ആവശ്യപ്പെട്ട. കാരണം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഒരു മോഡൽ മാത്രം കാണിച്ചുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ മോഡൽസും കൂടി പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല അതുപോലെ ഭംഗിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത്. നമ്മളതിൻ്റെ ഒരു ആദ്യ സെക്ഷൻ മാത്രമേ കാണിച്ചുള്ളൂ. ഇത് മാത്രം അതിന് പെയിൻ്റ് അടിച്ചിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് ഇത് ആളുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നാരായണേട്ടനെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പുള്ളി ഒരു തുണി കൊണ്ട് ചട്ടി ഉണ്ടാക്കുന്നത് നമ്മളതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അതും ഈ പുള്ളിയുടെ അടുത്തുണ്ട്. അതുപോലെ ഇതുപോലെ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതും പുള്ളി ആവശ്യക്കാർക്ക് എത്തിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും തരിക. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കൂടെ തന്നെ നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലെല്ലാവരും ലൈക്ക് ചെയ്ത് അതിൽ കൂടെ എല്ലാവരും വരിക. നമ്മുടെ വീഡിയോകൾ അവിടെയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും പോലെ തന്നെ തുടർന്നും അങ്ങോട്ടുണ്ടാവുക. നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ, ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.